ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെ ജനങ്ങളെ ഇനിയും നിങ്ങൾ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ലാത്ത, കോൺഗ്രസ്സുകാരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്ന് വന്ന സമയത്ത്, കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയ സമയത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ലാത്ത ചവറുകളെ കൊണ്ട് തള്ളുന്നതിനുള്ള സ്ഥലമല്ല പാലക്കാട് എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ലാത്ത ചപ്പുചവറുകൾ കൊണ്ടിടുന്നതിനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല പാലക്കാട്. പാലക്കാട് എന്ന് പറയുന്നത് ഒരു കുപ്പത്തൊട്ടിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം ധാർമ്മിക ബോധം ഉൾക്കൊണ്ട് രാജിവെക്കുന്ന ആള് എന്തുകൊണ്ടാണ് ഇവിടുത്തെ MLA പദം രാജിവെക്കാത്തത് എന്നാണ് BJP ചോദിക്കുന്നത്. BJP ശക്തമായി മുന്നോട്ട് വെക്കുന്നത് പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ തീരൂ. അദ്ദേഹം രാജിവെക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ പറയുന്നു, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നു, KC വേണുഗോപാലിന്റെ ഭാര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ സമയത്ത് ആ പോസ്റ്റ് അപ്രത്യക്ഷമായി എന്നും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചില ആളുകൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ രാഹുലിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത്. ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ചെയ്യുന്നത്. VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെടുന്നില്ല രാജിവെച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ശക്തമായി ആവശ്യപ്പെടുന്നില്ല. ഇവിടെ രാഹുലിനെ ഒരേ സമയം അവർ ഇൻഡയറക്റ്റായി പിന്തുണയ്ക്കുന്നു. പക്ഷേ പത്രമാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും അവർ പറയുന്നു രാഹുൽ തുടരേണ്ടതില്ല, രാഹുൽ തുടരുന്നത് ഈ ഒരു സാമൂഹ്യ പൊതുബോധത്തിന് അത് ശരിയല്ല, രാഹുൽ രാജിവെച്ചേ പറ്റൂ എന്ന് വനിതാ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ്. VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന സമീപനമാണ് ഇവിടെ കൈക്കൊള്ളുന്നത്. അവസാനമായി ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഗൗരവതരമായി കേരളം മുഴുവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ആ വോയിസ് നോട്ടിൽ പറയുന്നുണ്ട്, 4 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി, രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയമെല്ലാം മാറ്റി നിർത്തുക, ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഒരു ഹീനമായി ചിന്തിച്ച് ഒരു പെൺകുട്ടിയെ അബോർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം പ്രഷറൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുക? 4 മാസത്തോളം അടുത്തു എന്ന് പറയുന്ന സമയത്ത് 2 ജീവനാണ്. ഈ 2 ജീവനും ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികളെ വിട്ടുകൊണ്ട് ഈ ഗുളിക കഴിക്കുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. അതുമാത്രമല്ല, ഞാനൊരു ചവിട്ട് വെച്ച് തരുമെന്നാണ് പറയുന്നത്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ ചവിട്ടി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ആരോഗ്യനിലയെ എത്രത്തോളം ബാധിക്കും? സ്വാഭാവികമായിട്ട് ഗർഭിണികളായിരിക്കുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സെക്കൻഡുകൾ കൊണ്ട് ചേഞ്ച് ആവുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ അതിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു പെൺകുട്ടിയെ മെന്റൽ ഡിപ്രഷനിലോട്ട് തള്ളിവിടുന്ന വോയിസ് നോട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിൽ ഉൾപ്പെടെ ഒരു സെക്കൻഡ് വരി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുവാനായിട്ട് തയ്യാറായിട്ടില്ല. ഇവിടെ വിഷയം വളരെ പ്രധാനമാണ്. ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടികളോട് ചെയ്തതിന് എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാവണം. ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളത്തിലെ പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ. ഇനി ഞങ്ങളുടെ അന്വേഷണത്തിൽ കുറച്ച് വിവരങ്ങൾ കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ അന്വേഷണം പുറകിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ് നിർത്തിയതിലെ ഈ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കോഗ്നിസബിൾ ഒഫൻസാണ്. BNS സെക്ഷൻ 88, 89 പ്രകാരം ഇത്തരത്തിലൊരു കോഗ്നിസബിൾ ഒഫൻസ് നടത്തിക്കഴിഞ്ഞാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്.
അന്വേഷണം നടക്കാവുന്നതാണ്. അപ്പോൾ പരാതി ലഭിക്കട്ടെ, പരാതിയൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. പരാതി ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം ചെയ്ത തെറ്റിനെ സ്വമേധയാ രാജിവെച്ച് എന്താണ് അടുത്ത നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുള്ളത് ആ നടപടികളെ നേരിടുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണം. ഈ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. പാലക്കാട് ഇദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഫ്ളാറ്റുണ്ട്, ബിൽടെക് സമ്മിറ്റ് കുന്നത്തൂർ മേടിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ പോലീസ് തയ്യാറാവണം. മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആ വിവരങ്ങൾ എടുക്കുവാൻ തയ്യാറാവണം. ജനങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. ജനുവരി മാസം 27, 28, 29 തീയതികളിലെ കുന്നത്തൂർമേട് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. മെയ് മാസം 25-ാം തീയതി ഈ ബിൽടെക് സമ്മിറ്റ് ഫ്ളാറ്റിന് പരിസരത്തുള്ള ക്യാമറയിലെ ദൃശ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുക. നിരവധിയായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ല. കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹവും ഇന്ന് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കേരളത്തിൻ്റെ ഭയാശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കുണ്ട്. അദ്ദേഹം ഇവിടുത്തെ സ്ത്രീ സഹോദരി അമ്മ പെങ്ങന്മാരുടെ എല്ലാം ഭയാശങ്കയെ ദൂരീകരിക്കണം. പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് അദ്ദേഹം എന്താണോ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് ആ നിയമ നടപടികൾ കൈക്കൊള്ളുവാനായിട്ട് തയ്യാറാണ്. അദ്ദേഹം രാജിവെക്കാത്ത പക്ഷം അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും.